വിയേർഡ് ആയിട്ടുള്ള അപ്പറ്റൈറ്റ് എങ്ങനെയാണ് ഈ ഒരു പ്രഗ്നൻസിയിൽ നോക്കിയാലോ. ഫസ്റ്റ് ട്രൈമസ്റ്റർ ഐ ഡോണ്ട് ഇവൻ അണ്ടർസ്റ്റാൻഡ് മൈ ബോഡി. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ടേസ്റ്റ് ഇല്ല, വോമിറ്റിംഗ്, നോസിയ, അങ്ങനെ ഒരുപാട് സഹിച്ചു. പക്ഷെ ഞാൻ സർവൈവ് ചെയ്തു. ദെൻ സഡൻലി ദ സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇതൊരു വിയേർഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫണ്ണി ആയിട്ടോ കുറച്ചുകൂടെ തോന്നിയത്. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. വിശപ്പെന്നൊക്കെ വെച്ച ഒരു രക്ഷയില്ലാത്ത വിശപ്പായിരുന്നു. ഞാൻ സാധാരണ വർക്കിന് പോകുമ്പം എൻ്റെ ലഞ്ച് ബോക്സ് ഹാഫായിട്ട് ഞാൻ കൊണ്ടുപോകാറില്ല. പക്ഷെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, എത്ര കഴിച്ചിട്ടും വയറ് ഫില്ലാവുന്നില്ല. ഫില്ലാവാതെ ആ ഒരു ക്ഷീണം മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എന്ത് കഴിച്ചിട്ടും പിന്നെ വിശന്നുകൊണ്ടിരിക്കുക. വയറ്റിൽ ഒരുപാട് സ്പേസ് ഇങ്ങനെ കിടക്കുന്നൊരു ഫീലായിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് ജസ്റ്റ് കൺഫ്യൂസിങ്. കാരണം ഞാനിപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ ആണ്. സോ എനിക്ക് കഴിക്കണം എന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് ഫില്ലാവുന്നു, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ വിശക്കും. സോ വിയേർഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 3 ട്രൈമസ്റ്ററുകളിലുള്ള വിയേർഡായിട്ടുള്ള അപ്പറ്റൈറ്റ് സ്റ്റോറി. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഇത് ഭയങ്കര കോമൺ ആണ് പ്രഗ്നൻസിയിൽ. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ കണ്ടു വെക്കുക.